ആവശ്യമില്ലാത്ത ചില ചർച്ചകളും ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും വരാൻ വേണ്ടി പാടില്ലാത്ത ചില നീക്കങ്ങളുണ്ടായി. ഒരു തരത്തിലും വരാൻ വേണ്ടി പാടില്ലാത്ത നീക്കങ്ങളെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ അനിവാര്യമായ അജണ്ട ആയതുകൊണ്ട് അവർക്കൊതൊരു അനാവശ്യമായിരിക്കില്ല. പക്ഷേ സമൂഹത്തിന് അനാവശ്യമായ ഒരു ചിത്രീകരണം കേരളത്തിൻ്റെ ടൂറിസം മേഖലയെക്കുറിച്ച് ഉണ്ടാക്കാനാണ് അത് കാരണമാകുന്നത്. ടൂറിസം മേഖലയിലേക്ക് കേരളത്തിൻ്റെ പുറത്തു നിന്നും ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവരുന്ന രീതി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, വളരെ നേരത്തെ തന്നെയുള്ളതാണ്. അതിന് എംപാനൽഡ് ഏജൻസികൾ അവരെ ലിസ്റ്റ് ചെയ്ത് അവരെ കൊണ്ടുവരുന്നതിൻ്റെ ആദ്യാവസാന പ്രവർത്തനം നടത്തുന്നു. അവരെ ലിസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലോ അവരാര് വരണമെന്നുള്ള കാര്യത്തിലോ ഒന്നും മന്ത്രിയോ ടൂറിസം മന്ത്രിയോ മറ്റോ ഇടപെടുന്ന രീതിയില്ല. ഇപ്പോൾ ഈ പറയുന്നവർ ഒറ്റയ്ക്കല്ല വന്നു, കുറേ ഇൻഫ്ലുവൻസേഴ്സ് വന്നു. അവർ ഒക്കെ തന്നെ ഇവിടെ അവർ വന്ന സമയത്ത് വന്ന് പിന്നെ തിരിച്ചു പോയി മാസങ്ങൾ കഴിഞ്ഞ് നടന്നൊരു സംഭവത്തിൽ പിന്നീട് അവർ അറസ്റ്റിലായി. അപ്പം അവർ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു കുഴപ്പമുള്ള ആളാണെന്നോ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു നിലയുണ്ടെന്നും നമുക്കാർക്കും അറിയില്ല. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അറിയില്ല, ഏജൻസിക്കും അറിയില്ല എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു വിവരം മുകളിൽ നിന്നും തന്നിട്ടില്ല. മാത്രമല്ല, ഇവർ പല സ്റ്റേറ്റിലും പോയിട്ടുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെയുള്ള ഗവൺമെൻറ്റുകൾ ഇതിന് ഉത്തരവാദിയാണോ? അതാണ് പൊതുവെ ഉയർന്നു വരുന്ന പ്രശ്നം. അപ്പോൾ വെറുതെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ അത് നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ ടൂറിസം മേഖലയ്ക്ക് ഇതൊരു പ്രയാസം സൃഷ്ടിക്കരുത്. രാഷ്ട്രീയമായി ഇപ്പോൾ മന്ത്രിയെയോ ഗവൺമെൻറ്റിനെയോ ഒക്കെ ആക്രമിക്കുന്ന രീതി അത് സ്വാഭാവികമാണ്. എന്നാൽ ഇത് ടൂറിസം ഇൻഡസ്ട്രിയെയും ടൂറിസം മേഖലയും ബാധിക്കുമെന്ന് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഇന്നലെ ഇപ്പോൾ നാഷണൽ മീഡിയ മുഴുവൻ, ഒരു വലിയ ഭൂരിപക്ഷം മീഡിയകൾ ഇതൊരു വലിയ ചർച്ചയാക്കി എടുത്തിരിക്കുക. അപ്പോൾ കേരളത്തിലേക്ക് വരേണ്ട ടൂറിസ്റ്റുകൾ ഇവിടെ എന്തോ കുഴപ്പം പിടിച്ച സ്ഥലമാണ് എന്ന ഒരു തോന്നലുണ്ടാകും. അപ്പോൾ ദയവേത് ഇത്തരം പ്രചരണങ്ങളൊന്നും ആളുകൾ പുറകോട്ട് പോകണം. അതിൻ്റെ വഴിക്ക് പോട്ടെ.